മന്ത്രി പ്രിയങ്ക ഖർഗെയുടെ മണ്ഡലമായ കലബുറഗിയിലെ ചിത്താപുരയിൽ നവംബർ 2-ന് റൂട്ട് മാർച്ച് നടത്തുവാൻ പുതിയ അപേക്ഷ നൽകണമെന്ന് RSSനോട് കർണാടക ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് നിർദ്ദേശിച്ചു. പൊതുസ്ഥലങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ചടങ്ങുകൾ നടത്തുവാൻ 3 ദിവസം മുൻപ് അനുമതി തേടണമെന്ന് നിയമം നിർബന്ധമാക്കിയതോടെ ഇന്നലെ നടത്താനിരുന്ന റൂട്ട് മാർച്ചിന് തഹസിൽദാർ അനുമതി നിഷേധിച്ചിരുന്നു. സമാന്തരമായി മാർച്ച് നടത്തുമെന്ന് ഭീം ആർമിയും പ്രഖ്യാപിച്ചിരുന്നു. പൊതുസ്ഥലങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ചടങ്ങുകൾ നടത്താൻ 3 ദിവസം മുൻപ് അനുമതി തേടണമെന്ന് RSSനോട് കർണാടക ഹൈക്കോടതി. RSSന്റെ ബാനറുകളും കട്ടൌട്ടുകളും മറ്റും പ്രധാന റോഡിന്റെ വശങ്ങളിൽ നിന്ന് ചിത്താപുര ടൗൺ മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ ശനിയാഴ്ച പോലീസ് സംരക്ഷണത്തിൽ നീക്കിയിരുന്നു. റൂട്ട് മാർച്ചിന് അനുമതി തേടുന്നതിന് മുൻപാണ് ഇവ സ്ഥാപിച്ചതെന്നാണ് അധികൃതർ പറയുന്നത്. പൊതുസ്ഥലങ്ങളിൽ RSS ശാഖകൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി പ്രിയങ്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തെഴുതിയതോടെയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ റൂട്ട് മാർച്ച് നടത്താൻ RSS നീക്കം തുടങ്ങിയത്. ചിത്താപുരയിൽ ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് റൂട്ട് മാർച്ചും പിന്നാലെ പരിപാടിയും നടത്താൻ RSS അനുമതി തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഭീം ആർമിയും അതേ ദിവസം അതേ റൂട്ടിൽ തന്നെ മാർച്ച് നടത്താൻ അനുമതി തേടിയത്. പ്രിയങ്ക ഖർഗെക്കെതിരെ RSS പ്രവർത്തകന്റെ ഭീഷണി ഉയർന്നതോടെ സംസ്ഥാന വ്യാപകമായി RSSനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു. RSSും ഭീം ആർമിയും ഇന്ത്യൻ ദളിത് പാന്തേഴ്സും ഒരേ സ്ഥലത്തുകൂടി മാർച്ച് നടത്തിയാൽ അത് സംഘർഷത്തിൽ കലാശിക്കുമെന്ന് കാട്ടിയാണ് അനുമതി നിഷേധിക്കുന്നതെന്ന് തഹസിൽദാർ ഉത്തരവിൽ പറഞ്ഞിരുന്നു. മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് എതിരായി മനഃപൂർവ്വം നടത്തുന്നതാണ് RSSന്റെ റാലിയെന്നാണ് എതിർപ്പ് വ്യക്തമാക്കി ഭീം ആർമി സ്റ്റേറ്റ് യൂത്ത് വിംഗ് കലബുറഗി ഘടകം കത്തയച്ചിരുന്നു. അതേ റൂട്ടിൽ മാർച്ച് നടത്താൻ ഇന്ത്യൻ ദളിത് പാന്തേഴ്സിനെയും തങ്ങളെയും അനുവദിക്കണമെന്നും അപേക്ഷിച്ചിരുന്നു.